ഹായ് ഫ്രണ്ട്സ്, ഞാൻ വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ പൊരി വെച്ചാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് അറിയായിരിക്കും, പക്ഷെ നല്ല ടേസ്റ്റാണിത്. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു പഴുത്ത പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം. സ്പൂണോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ വെച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ഗ്രൈൻഡറിലിട്ട് ഒന്ന് കറക്കിയെടുത്താലും മതി. ഇതുപോലെ നന്നായിട്ട് ഉടയണം. ഇനി ഇതിലേക്ക് ഞാൻ ഒഴിക്കാൻ പോകുന്നത് തേങ്ങാപ്പാലാണ്. നല്ല കട്ടി തേങ്ങാപ്പാൽ, ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത് അരിച്ചെടുത്തതാണ്. അപ്പോൾ പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് പഞ്ചസാര ഇടണം. കാരണം ചില സമയത്ത് പഴം നല്ല മധുരം ഉണ്ടാവും, അപ്പം മധുരം കൂടിപ്പോകരുത്. അപ്പം അതൊന്ന് മിക്സാക്കാം. ഇത്രയേ പണിയുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പൊരി ഇട്ട് കൊടുക്കാം. അപ്പം പൊരിയും തേങ്ങാപ്പാലൊക്കെ നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അളവിനനുസരിച്ച് എടുത്താൽ മതി. അപ്പോൾ ഇതിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നല്ല ടേസ്റ്റാണിത്. അപ്പോൾ ആരെങ്കിലും ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇതുപോലെ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ല നല്ല റെസിപ്പികളുമായി കാണാം. താങ്ക്